നമസ്കാരം. ഹലോ ഡോക്ടറിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. വേരിക്കോസ് വെയിൻ എന്ന രോഗാവസ്ഥ ഇന്ന് മിക്ക ആളുകളിലും സാധാരണമാണ്. ഇന്ത്യയിൽ മാത്രം പ്രതിവർഷം 10 ലക്ഷത്തിലധികം പേർക്കെങ്കിലും ഈ രോഗമുണ്ടാകുന്നു എന്നാണ് കണക്ക്. മുതിർന്ന ആളുകളിൽ 30% പേരെയും ഈ രോഗം ബാധിക്കുന്നതായി കണക്കാക്കപ്പെടുന്നു. ഇന്ന് ഹലോ ഡോക്ടറിൽ ചർച്ച ചെയ്യുന്നത് വെരിക്കോസ് വെയിനും ആധുനിക ചികിത്സയും എന്ന വിഷയത്തെ പറ്റിയാണ്. ഈ വിഷയത്തിൽ സംസാരിക്കാൻ തലശ്ശേരി മിഷൻ ഹോസ്പിറ്റലിലെ സീനിയർ കൺസൾട്ടന്റ് ഡോക്ടർ ടി.വി. ദേവരാജ് ചേരുകയാണ്. നമസ്കാരം ഡോക്ടർ. ഡോക്ടർ, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ വേരിക്കോസ് വെയിൻ എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു സർവ്വസാധാരണമായൊരു പ്രശ്നമായിട്ട് മാറിയിരിക്കുകയാണ്. ഒരുപാട് ആളുകളെ ഇത് അത്രത്തോളം ബുദ്ധിമുട്ടിക്കുകയും ചെയ്യുന്നൊരു പ്രശ്നമാണ്. എന്താണ് വേരിക്കോസ് വെയിൻ ഒന്ന് വിശദീകരിക്കാം? വേരിക്കോസ് വെയിൻ എന്ന് പറയുന്നത് പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ നമ്മളെ ശരീരത്തിൽ നിന്ന് കാലുകളിൽ നിന്ന് അശുദ്ധ രക്തം കൊണ്ടുപോകുന്ന രക്തക്കുഴലുകൾ, അതിനെ വെയിൻസ് എന്ന് പറയാം, അല്ലെങ്കിൽ സിരകൾ മലയാളത്തിൽ. ആ രക്തക്കുഴലുകൾ അതിന്റെ തൊലിയുടെ നേരെ അടിയിലുള്ള സൂപ്പർഫിഷ്യൽ വെയിൻസ് പറയും. അത് തടിച്ച് വീർത്ത് ചുരുണ്ടിരിക്കുന്ന അവസ്ഥ. അപ്പൊ അതിന്റെ വലിപ്പം 3 മില്ലിമീറ്ററിൽ കൂടുതൽ വരുമ്പോൾ, അതിന്റെ ഡയമീറ്റർ 3 മില്ലിമീറ്റർ, അതിന്റെ വ്യാസം 3 മില്ലിമീറ്ററിൽ കൂടുതൽ വരുന്ന രക്തക്കുഴലുകൾ വലിപ്പത്തിൽ കൂടി കഴിഞ്ഞാൽ നമ്മൾ അതിനെ പൊതുവെ വേരിക്കോസ് വെയിൻ എന്ന് പറയുന്ന ഡെഫിനിഷൻ ബൈ അതാണ്. അപ്പൊ അതിന് പല കാരണങ്ങളും ഉണ്ട്. പ്രധാനപ്പെട്ടത് നമ്മൾ ഇരുകാലുകൾ, അതായത് നമ്മൾ 2 കാലിൽ നടക്കുന്ന ആൾക്കാർ ആയതുകൊണ്ട് തന്നെ ഗ്രാവിറ്റിക്ക് എതിരെയാണ് നമ്മൾ ഈ അശുദ്ധ രക്തം ഹൃദയത്തിലേക്ക് തിരിച്ചു കൊണ്ടുപോകേണ്ടത്. അപ്പോ അതിലുള്ള രക്തക്കുഴലുകൾക്ക് തിരിച്ച് നമ്മൾ നിൽക്കുന്ന സമയത്ത് രക്തം താഴോട്ടേക്ക് ഇറങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട് വാൽവുകളുണ്ട്. അതായത് ഒരു ഭാഗത്തേക്ക് മാത്രം തുറക്കുന്ന വാൽവുകൾ. അപ്പൊ ഈ വാൽവുകൾക്ക് ഡിഫക്റ്റ് ഉണ്ടാകുമ്പോൾ, അതിന് പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴാണ് ഈ പറയുന്ന വെരിക്കോസ് വെയിൻസ് എന്ന് പറയുന്ന അല്ലെങ്കിൽ രക്തക്കുഴലുകൾ ചടിച്ച് തീർത്ത് വരുന്നത്. അപ്പോ ഗ്രാവിറ്റിക്കെതിരെയുള്ള വാൽവുകളുടെ പ്രവർത്തനക്ഷമത ഇല്ലായ്മ, അതാണ് ശരിക്കും പറഞ്ഞാൽ വെരിക്കോസ് വെയിന് ഒരു കാരണം. അപ്പൊ അതിന് പല വേറെ കുറെ കാരണങ്ങൾ. നമ്മൾ നടക്കുന്നത് മാത്രമല്ല, കാല് കുത്തനെ വെക്കുന്നത് മാത്രമല്ല, ഗർഭാവസ്ഥയിൽ എന്ന് വെച്ചാൽ ഈ വലിയ യൂട്രസ് എന്ത് ചെയ്യുന്ന വെച്ചാൽ ഈ പറയുന്ന രക്തക്കുഴലുകളെ കംപ്രസ് ചെയ്യും. അപ്പൊ കാലിലെ രക്തക്കുഴലുകളെ പ്രഷർ വീണ്ടും കൂടും. അപ്പോൾ വീണ്ടും ഡയലേറ്റ് ചെയ്യാം. പിന്നെ സ്ത്രീകളിൽ പൊതുവെ സ്ത്രീ ഹോർമോണുകൾ രക്തക്കുഴലുകളെ വലിപ്പം വ്യാസം വർദ്ധിപ്പിക്കാൻ കാരണമായേക്കാം. പിന്നെ ചില മുഴകൾ, പിന്നെ കോൺസ്റ്റിപ്പേഷൻ, അതായത് മലബന്ധമുള്ള രോഗികളിൽ കാല രക്തക്കുഴൽ ഉണ്ടായേക്കാം. പിന്നെ രക്തം കട്ട പിടിക്കുന്ന അവസ്ഥ, ഡീപ് വെയിൻ ത്രോംബോസിസ്, ഇതുകൊണ്ട് വേരിക്കോസ് വെയിൻ ഡെവലപ്പ് ചെയ്യാം. ഇങ്ങനെ ഒരുപാട് കാരണങ്ങൾ കൊണ്ട് വെരിക്കോസ് വെയിൻ ഉണ്ടാവുകയും ചെയ്യാം. ഡോക്ടർ, എങ്ങനെയുള്ള ആളുകളിലാണ് ഇത് കൂടുതലായിട്ടും ഈ വെരിക്കോസ് വെയിൻ വരാറുള്ളത്? പലപ്പോഴും പറയുന്നത് കേൾക്കാറുണ്ട്, ഒരുപാട് നിന്ന് ജോലി ചെയ്യുന്ന ആളുകളിൽ ഇത് വരാറുണ്ട്, അതുപോലെ പുരുഷന്മാരെ അപേക്ഷിച്ച് സ്ത്രീകളിലാണ് ഇത് കൂടുതലായും ഉണ്ടാകാറുള്ളത് എന്നൊക്കെ ഈ വെരിക്കോസ് വെയിനെ പറ്റി വായിക്കുമ്പോഴും അത്തരം വീഡിയോസ് ഒക്കെ കാണുമ്പോഴും കേൾക്കാറുണ്ട്. ഇതിന്റെയൊക്കെ ഒരു സത്യാവസ്ഥ എന്താണ്? അത് താങ്കൾ പറഞ്ഞത് തന്നെയാണ്. അത് എന്തായത് സ്ത്രീകളിൽ തന്നെയാണ് ഇത് കൂടുതൽ. അത് കാരണം ഈ ഗർഭാവസ്ഥയും സ്ത്രീ ഹോർമോണുകളും തന്നെയാണ്. ഈസ്ട്രോജനും പ്രൊജസ്ട്രോണും ഒക്കെ സ്ത്രീ ഹോർമോണുകളായിട്ടുള്ള അതുകൊണ്ടും അത് ഈ രക്തക്കുഴലിനെ പിന്നെ എന്താ പറയുക വികസിപ്പിക്കാൻ കുറച്ചും കൂടി വികസിപ്പിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ടാണ് മറ്റൊന്ന് ഗർഭിണികളിൽ ഉണ്ടാവുന്നതിന് കാരണം ഈ നേരത്തെ പറഞ്ഞില്ലേ, യൂട്രസ് ഗർഭാശയം ഈ കുറച്ച് വലിപ്പം വെച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു 6 മാസം കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ രക്തക്കുഴലുകളെ കംപ്രസ് ചെയ്യാൻ തുടങ്ങും. അപ്പോ അവര് കിടക്കുകയോ അല്ലെങ്കിൽ കിടക്കുന്ന സമയത്ത് കൂടുതലായിട്ട് ആ പ്രഷർ രക്തക്കുഴലിന്റെ മുകളിൽ വരും. ഈ അശുദ്ധ രക്തം തിരിച്ചു കൊണ്ടുപോകുന്ന വലിയ രക്തക്കുഴലുകൾ. അപ്പൊ അതിന്റെ ആ ബാക്ക് പ്രഷർ കൊണ്ട് വെരിക്കോസ് വെയിൻ ഉണ്ടാകും. പക്ഷെ ഇങ്ങനത്തെ രക്തക്കുഴലുകളിൽ ഉണ്ടാകുന്ന വെരിക്കോസ് വെയിൻ, അതായത് ഗർഭിണികളിൽ ഉണ്ടാകുന്ന വെരിക്കോസ് വെയിൻസ് കുറെ നമുക്ക് ഈ പ്രസവം കഴിഞ്ഞു കഴിഞ്ഞാൽ കുറയാറുണ്ട്. പക്ഷെ ചില ആൾക്കാർക്ക് നമ്മൾ പറയില്ലേ, ബലൂണ് കുറെ കാലം നമ്മൾ വീർത്ത് വെച്ചിട്ട് പിന്നെ നോക്കുമ്പോൾ പിന്നെ അതിന് ഇലാസ്റ്റിക് നഷ്ടപ്പെട്ടു പോകും. അപ്പൊ കൂടുതൽ തവണ ഗർഭിണിയൊക്കെ ആകുമ്പോൾ സമയത്ത് ഈ പറയുന്ന വെരിക്കോസ് വെയിന്റെ പ്രശ്നങ്ങൾ കൂടിക്കൂടി വരും. മറ്റൊന്ന് താങ്കൾ പറഞ്ഞ പോലെ ഞാൻ ഗ്രാവിറ്റിക്കെതിരെ, അതായത് ഗുരുത്വാകർഷണത്തിനെതിരെ ആണല്ലോ നമ്മൾ നടക്കുമ്പോഴും നിൽക്കുമ്പോഴൊക്കെ നമ്മുടെ ബോഡി നിൽക്കുന്നത്. അപ്പോ അതാണ് ഈ ട്രങ്കൽ വെരിക്കോസിറ്റി എന്നൊക്കെ പറയുന്നത്. അതായത് മെയിൻ രക്തക്കുഴലുകൾ എപ്പോഴും ഈ താഴോട്ടേക്ക് രക്തം ഇറങ്ങിപ്പോകാനാണ് ശ്രമം ഉണ്ടാവുക, ഈ ഗുരുത്വാകർഷണം കൊണ്ട്. അപ്പൊ അത് കൊണ്ട് തന്നെ ഈ രക്തക്കുഴലുകളിൽ രക്തം പൂൾ ചെയ്യും, താഴെ ഇങ്ങനെ ഡിപെൻഡന്റ് പൊസിഷനിൽ പൂൾ ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോ
കുറെ സമയം നമ്മൾ നിൽക്കുകയാണ്. പിന്നെ ആക്ടിവിറ്റീസ് അധ്വാനിക്കുന്ന ജനങ്ങളിലൊക്കെ ആണെങ്കിൽ കാലില് കൂടുതൽ ബലം കൊടുത്ത് പിന്നെ ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട് നമ്മളെ ഈ ബേക്കറിയിലൊക്കെ ജോലി ചെയ്യുന്ന ആൾക്കാർ ആണുങ്ങളിൽ വളരെ കോമൺ ആയിട്ടും വളരെ എന്താ പറയുക നമ്മളെ ഗ്രേഡ് കൂടിയ വെരിക്കോസ് വെയിൻസ് ആണ് ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവരുടെ വെരിക്കോസ് വെയിൻസ് ഒക്കെ ചികിത്സിച്ച് അവർ ചികിത്സക്ക് വരുന്നത് വളരെ വൈകിട്ടാണ്. അതായത് അൾസറൊക്കെ വന്ന് അങ്ങനെയൊക്കെ വരുന്നത്. നമുക്ക് മുന്നേ ആണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി നല്ല രീതിയിൽ ചികിത്സിക്കാം. നല്ല രീതിയിൽ എന്ന് ഞാൻ പറഞ്ഞാൽ തിരിച്ചു വരാൻ പറ്റാത്ത രീതിയിൽ ചികിത്സിക്കാൻ പറ്റും. അപ്പോൾ ചികിത്സ യുടെ ഭാഗമായിട്ട് പലപ്പോഴും നമ്മൾ രോഗികളോട് പറയാറ് നിങ്ങൾക്ക് കിടക്കാൻ പറ്റുമെങ്കിൽ അതാണ് ഏറ്റവും നല്ലതെന്ന് പറയാം. അതായത് നടന്നു കഴിഞ്ഞാലോ അല്ലെങ്കിൽ ഇരുന്ന് കഴിഞ്ഞാൽ പോലും നമുക്ക് വെരിക്കോസ് വെയിന്റെ ആ ഒരു വേദനയോ അതിന്റെ ബാക്കി അതിനെക്കൊണ്ടുണ്ടാകുന്ന വിഷമങ്ങളോ നമുക്ക് ഓർക്കാൻ പറ്റില്ല. കാല് ഉയർത്തി വെച്ച് കിടന്നാൽ മാത്രമേ വെരിക്കോസ് വെയിൻസിന്റെ പ്രശ്നങ്ങളെ നമുക്ക് ഓർക്കാൻ പറ്റൂ. പക്ഷെ നമുക്ക് ഒരിക്കലും 24 മണിക്കൂറും കാല് ഉയർത്തി വെച്ച് കിടക്കാൻ പറ്റില്ല. അപ്പോഴാണ് നമ്മൾ ഈ വെരിക്കോസ് വെയിൻ ചികിത്സയെ പറ്റിയിട്ട് നമ്മൾ ആലോചിക്കേണ്ടത്. ഡോക്ടർ, അതുപോലെ ഇതിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് ഡോക്ടർ? ഈ കാലിൽ ഞരമ്പ് തടിച്ചു നിൽക്കുന്നത് മാത്രമല്ലാതെ മറ്റെന്തൊക്കെയാണ് കാണാൻ കഴിയുക? അതുപോലെ നമ്മളൊരു ഡോക്ടറെ കാണിക്കേണ്ടത് ഏത് സമയത്താണ്? ഡോക്ടറെ കാണിക്കും. രോഗാവസ്ഥ താങ്കൾ പറഞ്ഞ തന്നെ ഏറ്റവും കോമൺ ആയിട്ടുള്ളത് കാല് രക്തക്കുഴലുകൾ തടിച്ചിരിക്കുന്നു അല്ലെങ്കിൽ ചുരുണ്ടിരിക്കുന്നത് കാണുക തന്നെയാണ്. അപ്പൊ അതിന്റെ അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത് ഈ ചുരുണ്ടിരിക്കുന്ന രക്തക്കുഴലിന് ചുറ്റും നീര് വരുന്ന ഒരവസ്ഥ. പിന്നെ നീര് വന്ന് കുറച്ചും കൂടി വലുപ്പം വെച്ചാൽ നമ്മൾ കാല് ഉയർത്തി വെച്ച് കിടക്കുമ്പോൾ രാത്രി കിടക്കുന്ന രാവിലെ എഴുന്നേൽക്കുമ്പോൾ നീര് കുറഞ്ഞിട്ട് കാണാൻ പറ്റും. വൈകുന്നേരം ആകുമ്പോഴേക്കും വീണ്ടും നീര് വരുന്നുണ്ടാവും. പിന്നെ കുറച്ച് വേദന ഒക്കെ വന്നു. വേദന വന്ന് പിന്നെ അടുത്ത സ്റ്റേജിൽ എന്ന് വെച്ചാല് ഈ തൊലിയുടെ കളർ മാറാൻ തുടങ്ങും, കുറച്ചും കൂടി ഡാർക്കായിട്ട്. അതായത് അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ രക്തക്കുഴലിലെ ശ്വേതരക്തമാണ് RBCs എന്ന് പറഞ്ഞ സാധനം ഇതിന്റെ ഈ രക്തക്കുഴലുകൾ തടിച്ച് വരുമ്പോൾ അത് നേർത്ത് വരും, പിന്നായിട്ട് വരും. അപ്പൊ അതിനുള്ളിലൂടെ ഇത് ചാടി പുറത്തേക്ക് വന്നു. അപ്പൊ അങ്ങനെ ആ രക്തക്കുഴലിലുള്ള RBCs റെഡ് ബ്ലഡ് സെൽസ് പൊട്ടി അതിനുള്ള ഹീമോഗ്ലോബിൻ തൊലിക്കുന്ന അടിഭാഗത്ത് വന്ന് അത് നമുക്ക് ഭയങ്കര ഇറിറ്റേഷൻ ഉണ്ടാക്കും. അങ്ങനെ ചൊറിച്ചിൽ തുടങ്ങുമ്പോൾ കാലിന്റെ അവിടെയൊക്കെ ഈ പിന്നെ നമ്മൾ പറയും ഇലാസ്റ്റിസിറ്റി നഷ്ടപ്പെടും സ്കിന്നിന്റെ. അപ്പോ ചെറിയ ചെറിയ വിള്ളലുകൾ ഉണ്ടാവും. ഈ വിള്ളലുകളിലൂടെ ഇൻഫെക്ഷൻ അണുക്കൾ ബാക്ടീരിയാസ് എല്ലാം കയറി ഉള്ളിലേക്ക് വരികയും അത് അൾസറായിട്ട് മാറുകയും ചെയ്യുന്നു. സെല്ലുലൈറ്റിസ് ഒക്കെ ഇനിഷ്യലി പറയും, പിന്നെ പറഞ്ഞിട്ട് ഇൻഫെക്ഷൻ വന്നിട്ട് പിന്നെ അത് അൾസറായി മാറും. ഈ ഉണങ്ങാത്ത വ്രണങ്ങൾ എന്ന് പറയുന്നതാണ് വെരിക്കോസ് വെയിന്റെ അവസാന സ്റ്റേജ്. അപ്പോ ഈ 4ാമത്തെ സ്റ്റേജ് മുതലാണ് നമ്മൾ ഈ തൊലിപ്പുറത്തെ ചേഞ്ചസ് കണ്ടു തുടങ്ങുന്നത്. ഈ തൊലിപ്പുറത്തെ ചേഞ്ചസ് കണ്ടു തുടങ്ങിയാൽ തന്നെ നമ്മൾ ഏതൊരു പേഷ്യന്റിനെയും ചികിത്സിച്ച് ആ വെരിക്കോസ് വെയിൻ ചികിത്സിച്ച് ഭേദമാക്കണം എന്നാണ് ഞാൻ പറയും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് തൊലിയുടെ കളർ മാറിക്കഴിഞ്ഞു കഴിഞ്ഞാല് ചികിത്സിക്കാനും വിഷമമാണ്. ചികിത്സ നേടിക്കഴിഞ്ഞു കഴിഞ്ഞാലും അത് വെരിക്കോസ് വെയിൻ തിരിച്ചു വരാനുള്ള ചാൻസും കുറച്ച് കൂടുതലാണ്. അപ്പോ ഇനീഷ്യലി നമ്മൾ വേദന കൂടുതലുണ്ടെങ്കിൽ ചില പേഷ്യൻസിന് വളരെ വിരളമായിട്ടെങ്കിലും ഈ രക്തക്കുഴൽ പൊട്ടിയിട്ട് രക്തം പുറത്തേക്ക് വരാം. അതിങ്ങനെ ചീറ്റി പോകുന്നത് കാണാം. ചില പേഷ്യൻസ് വന്ന് നമ്മളോട് പറയാനുണ്ട്. അപ്പോൾ രക്തം ബ്ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന വെരിക്കോസ് വെയിൻസ്, വേദനയുള്ള വെരിക്കോസ് വെയിൻസ്, തൊലിയുടെ നിറം മാറിക്കൊണ്ടിരിക്കുന്ന വെരിക്കോസ് വെയിൻസ്, ഇതൊക്കെ നമ്മൾ വളരെ നേരത്തെ തന്നെ ചികിത്സിക്കണം. പക്ഷെ പലപ്പോഴും നമ്മുടെ അടുത്ത് രോഗികൾ എത്തുന്നത് കാലിൽ ഉണങ്ങാത്ത വ്രണങ്ങളായിട്ടും ഈ വ്രണങ്ങളുടെ വേദന കൊണ്ടും മാത്രമാണ് നമ്മൾ എടുത്തിരുന്നത്. അത് വളരെ വൈകി വരുന്ന ഒരു വളരെ വൈകി കിട്ടുന്ന ഒരു ചികിത്സയായിട്ട് നിങ്ങൾ കണക്കാക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ രോഗിക്ക് ചികിത്സയ്ക്ക് ശേഷം ഉണ്ടാകുന്ന രോഗത്തിൽ നിന്നുള്ള മോചനം അല്ലെങ്കിൽ രോഗം ചികിത്സിച്ച് ഭേദമാക്കിയ ശേഷം തിരിച്ചു വരാനുള്ള സാധ്യത, ഇതൊക്കെ നമുക്ക് എന്ത് പറയാം, തിരിച്ചു വരാനുള്ള സാധ്യത കുറച്ച് കൂടുതലായിരിക്കും. വീണ്ടും ശരിക്കും പറഞ്ഞാൽ വെരിക്കോസ് വെയിൻ ചികിത്സിച്ച് കഴിഞ്ഞാൽ തിരിച്ചു വരിക എന്ന് പറയുന്നതിനെക്കാട്ടും കുറച്ചും കൂടി നല്ലത് പുതിയ വെരിക്കോസ് വെസലുകൾ പൊങ്ങി വരും. അതാണ് ശരിക്കും പറഞ്ഞാൽ കൂടുതൽ ശരി. നല്ല രീതിയിൽ ചികിത്സിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ഹൈബ്രിഡ് ചികിത്സാ രീതി ഉപയോഗിച്ച് പുതിയ ചികിത്സാ രീതികൾ ഉപയോഗിച്ച് ചികിത്സിച്ച് കഴിഞ്ഞാൽ വെരിക്കോസ് വെയിൻ നമുക്ക് തിരിച്ചു വരാത്ത രീതിയിൽ ചികിത്സിക്കാൻ പറ്റും. പക്ഷെ ഒരേ ഒരു കാര്യം മാത്രമേ എനിക്ക് പറയാനുള്ളൂ. നിങ്ങളുടെ തൊലിയുടെ പുറത്തുള്ള ആ ചേഞ്ചസ് ഏകദേശം വന്നു തുടങ്ങിയാൽ ബ്ലീഡ് ചെയ്യുന്ന രക്തക്കുഴലുകൾ ഉള്ള വെരിക്കോസ് വെയിൻസ്, വേദനയുള്ള വെരിക്കോസ് വെയിൻസ്, ഇതൊക്കെ നമ്മൾ വളരെ നേരത്തെ വന്ന് ചികിത്സിച്ചാൽ മാത്രമേ നമുക്ക് ഈ രീതിയിലുള്ള നല്ല റിസൾട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ. ഡോക്ടർ, ഒരു വെരിക്കോസ് വെയിൻ ഉള്ള ഒരു രോഗി മുന്നിലെത്തിക്കഴിഞ്ഞാൽ എന്തൊക്കെ പരിശോധനകളാണ് അവർക്ക് ചെയ്യേണ്ടി വരിക?
വെരിക്കോസ് വെയിൻ ഉള്ള ഒരു രോഗി നമ്മളൊക്കെ എത്തുമ്പോൾ അവരുടെ കംപ്ലൈൻസ് എന്താണ്, അവർക്ക് എന്താണ് വിഷമം എന്നുള്ളതൊന്നും ആദ്യം മനസ്സിലാക്കണം. ഓക്കെ, അത് നമുക്ക് കാണുമ്പോഴുള്ള ഒരു കോസ്മെറ്റിക് പ്രോബ്ലം ആണോ വെരിക്കോസ് വെയിൻ, അല്ല ഇവർക്ക് വേദനയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടോ, ഞാൻ നേരത്തെ പറഞ്ഞു ബ്ലീഡിംഗ് ഉണ്ടോ, അൾസർ ഉണ്ടോ, അപ്പൊ അതൊക്കെ നമ്മൾ എന്തായാലും അവരോട് ചോദിച്ചറിയണം. അതിനുശേഷം വേരിക്കോസ് വെയിനിന്റെ എത്രത്തോളം അതിന്റെ വേരിക്കോസ് വെയിനിന്റെ ആഘാതം ആ പേഷ്യന്റിലുണ്ട്, അല്ലെങ്കിൽ അതിന്റെ രക്തക്കുഴലിന്റെ വലിപ്പം എത്രയാണ്, അതിന് എന്തുകൊണ്ടാണ് വേരിക്കോസ് വെയിൻ അവർക്ക് വന്നിരിക്കുന്നത്, അല്ലെങ്കിൽ ഡീപ്പ് വെയിൻ ത്രോംബോസിസ് എന്ന് പറയുന്ന അസുഖം അവർക്ക് ഉണ്ടോ. അപ്പൊ അതൊക്കെ നമ്മൾ നോക്കാൻ വേണ്ടിയിട്ട് വീനസ് ഡോപ്ലർ എന്ന് പറഞ്ഞ അൾട്രാസൗണ്ട് പിന്നെ സ്കാനിങ് നമ്മൾ ചെയ്യും. അങ്ങനെ അൾട്രാസൗണ്ട് സ്കാൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് രക്തക്കുഴലിന്റെ എത്ര വലിപ്പം ഉണ്ടെന്ന് മനസ്സിലാവും. 3 മില്ലിമീറ്റർ മുകളിലുണ്ട്, അത് 1 സെന്റിമീറ്റർ ഉണ്ടോ, 2 സെന്റിമീറ്റർ ഉണ്ടോ, ഇതൊക്കെ പിന്നെ എവിടെയൊക്കെയാണ് ഈ മെയിൻ രക്തക്കുഴലായിട്ടുള്ള ജംഗ്ഷനിലുള്ള വാൽവിന്റെ പ്രശ്നം, ഇൻകോമ്പിറ്റൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അതുണ്ടോ. പിന്നെ ഈ ഡീപ്പ് വെയിൻ ത്രോംബോസിസ് ഉള്ള പേഷ്യന്റിന് നമുക്ക് ഒരിക്കലും വെരിക്കോസ് വെയിന്റെ സർജറിയോ ലേസറോ EVRFA അല്ലെങ്കിൽ RFA ട്രീറ്റ്മെന്റോ ബ്ലൂ തെറാപ്പി ഒന്നും ചെയ്യാൻ പറ്റില്ല. അതായത് വെരിക്കോസ് വെയിൻ ട്രീറ്റ്മെന്റ് ഡീപ്പ് വെയിൻ ത്രോംബോസിസ് ഉള്ള പേഷ്യൻസിന് ചെയ്യാൻ താൽക്കാലികമായി പറ്റില്ല. അപ്പൊ അത് ആ രോഗം ചികിത്സിച്ച ശേഷം മാത്രമേ നമുക്ക് വെരിക്കോസ് വെയിന്റെ യഥാർത്ഥ ചികിത്സ കൊടുക്കാൻ പറ്റൂ. അപ്പോ ഈ വെരിക്കോസ് വെയിനിന്റെ വലിപ്പത്തിനനുസരിച്ചിട്ടാണ് ചില ട്രീറ്റ്മെന്റുകൾ നമ്മൾ സ്വീകരിക്കേണ്ടത്. അപ്പോൾ വെരിക്കോസ് വെയിനിന്റെ ട്രീറ്റ്മെന്റിന് വന്നു കഴിഞ്ഞാൽ വെരിക്കോസ് വെയിന്റെ സ്കാൻ ചെയ്യുക എന്നുള്ളത് വളരെ അത്യാവശ്യമാണ്. അതിനുശേഷം നമ്മൾ മറ്റുള്ള വേറെ ചികിത്സകൾ വേറെ എന്തെങ്കിലും കാരണങ്ങളുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെന്റ്, പിന്നെ രക്തത്തിന് ടെസ്റ്റും ബ്ലഡ് ടെസ്റ്റും അങ്ങനെയൊക്കെ ആവശ്യമുണ്ട്. വളരെ റയറായിട്ട് മാത്രമേ നമ്മൾ MR ആൻജിയോഗ്രാമും പിന്നെ ആർട്ടീരിയൽ ഡോപ്ലർ എന്ന് പറഞ്ഞ സ്കാനിങ്ങോ ഒക്കെ നമ്മൾ ചെയ്യാറ്. ചികിത്സാ രീതികളൊക്കെ എങ്ങനെയാണ് ഡോക്ടർ, അതിനെപ്പറ്റി കൂടി ഒന്ന് വിശദീകരിക്കാമോ? ചികിത്സാ രീതി നമ്മൾ ഇന്നത്തെ വിഷയം അത് തന്നെയാണ്, ആധുനിക ചികിത്സ എന്നുള്ളത് തന്നെയാണ്. അപ്പൊ ഞാൻ അതിൽ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ ഉദ്ദേശിക്കുന്നത്, അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഏറ്റവും പുതിയ ചികിത്സാ രീതിയായിട്ടുള്ള ഈ പറയുന്ന ഗ്ലൂ തെറാപ്പി തന്നെയാണ്. അതായത് രക്തക്കുഴലുകൾ, വെരിക്കോസ് വെയിൻ ഡിസീസ്ഡ് ആയിട്ടുള്ള രോഗാവസ്ഥയിലുള്ള രക്തക്കുഴലുകളെ നമ്മൾ ഇല്ലാതാക്കുക എന്നുള്ളതാണ്. അതിലൂടെ രക്തം പ്രവഹിക്കാൻ പാടില്ല, ഫ്ലോ ഉണ്ടാവാൻ പാടില്ല, അതാണ് അതിന്റെ ഉദ്ദേശം. അപ്പൊ അത് നമുക്ക് പല രീതിയിൽ ചെയ്യാം. സർജറി ആണെങ്കിൽ നമ്മൾ എടുത്തു കളയാം, അല്ലെങ്കിൽ നമ്മൾ അതിനെ കട്ട് ചെയ്തിട്ട് സൂച്ചർ ഇട്ടിട്ട് അതിനെ ബ്ലോക്ക് ചെയ്യാം. അതൊക്കെ പഴയ സർജറീസ്. പിന്നെ ഈ പറയുന്ന ലേസർ ഉപയോഗിച്ചിട്ട് അതിനെ കരിച്ച് കളയാം. ലേസറിനെ പോലെ തന്നെ കുറച്ചും കൂടി പുതിയ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു സാധനമാണ് റേഡിയോ ഫ്രീക്വൻസി അബലേഷൻ. അത് വെച്ചിട്ട് അതിനെ നമുക്ക് കരിച്ച് കളയാൻ പറ്റും. ഈ തെർമൽ അബലേഷൻ എന്നാണ് ഈ പറയുന്ന കാറ്റഗറീസിനെ പറയാം. അതായത് ചൂടാക്കിയിട്ട് അതിനെ കരിച്ച് കളയാം. ലേസറൊക്കെ ആണെങ്കിൽ 1500°C ആണ് ചൂടാക്കുക. RFA ആകുമ്പോൾ 120°C. അപ്പൊ അതിൻ്റെതായ ഗുണങ്ങളും ഒക്കെ RFA എന്ന് പറയുന്ന ട്രീറ്റ്മെന്റ് ഉണ്ട് താനും. അപ്പോൾ അത് പോയിട്ട് അതൊന്നും ചെയ്യാതെ ചൂടാക്കാതെ നമ്മൾ ഈ രക്തക്കുഴലുകൾ ബ്ലോക്ക് ചെയ്യുന്ന പരിപാടിക്കാണ് ഈ പറയുന്ന എൻഡോവീനസ് ബ്ലൂ തെറാപ്പി എന്ന് പറയും. വിനാസിൽ എന്നെല്ലാം പറഞ്ഞ ചില കമ്പനികൾ അത് കോമൺ ആയിട്ട് ഇപ്പം വിപണിയിൽ ഇറക്കി തുടങ്ങി. അമേരിക്കയിൽ ഉണ്ടാക്കാൻ മെട്രോണിക്സ് എന്ന കമ്പനിയാണ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ ഞാൻ നിങ്ങൾക്ക് വേണ്ടി അതൊന്ന് പറഞ്ഞുതരാം. ഈ ഗ്ലൂ എന്ന് പറയുന്നത് സയനോ അക്രിലേറ്റ് എന്ന് പറയുന്ന ഒരു ഗ്ലൂ ആണ്. നമ്മൾ സാധാരണ ഈ ഒരു പശ തന്നെയാണത്. നമ്മൾ സാധാരണ കാണുന്നത് ഫെവിക്വിക്ക് ഒക്കെ കാണുന്നില്ലേ, അതുപോലെ തന്നെ അതും സെയിം കെമിക്കലാണ്. പക്ഷെ നമ്മുടെ ശരീരത്തിലേക്ക് ഇഞ്ചെക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് അതിനെ മാറ്റിയെടുത്തിട്ട് കുറച്ചും കൂടി സേഫ് ആയിട്ടുള്ള ഗ്ലൂ ആണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് ഉൽപ്പാദിപ്പിക്കുന്ന കമ്പനിയെ വളരെയധികം നിങ്ങൾ ശ്രദ്ധിക്കണം. ഏതെങ്കിലും നമ്മൾ എന്ന് പറയുന്ന ലോക്കലായിട്ട് കിട്ടുന്ന, അതായത് വളരെ ഈസി ആയി കിട്ടുന്നതും പൈസ കുറഞ്ഞ് കിട്ടുന്നതുമായിട്ടുള്ള ഗ്ലൂ ചിലപ്പോൾ നമുക്ക് അലർജിയും പ്രശ്നങ്ങളും ഉണ്ടാക്കിയേക്കാം. അതുകൊണ്ട് ഒരിക്കൽ അതിന് ബ്രാൻഡ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ കാണിച്ചു തരാം. ഒരു ചെറിയ നീഡിൽ ഉപയോഗിച്ചിട്ട് നമ്മൾ എന്താ വെച്ചാൽ രക്തക്കുഴലിൽ ചെറിയൊരു ദ്വാരം ഉണ്ടാക്കും. ഈ ദ്വാരത്തിലൂടെ നമ്മൾ ഈ ഗൈഡ് വയർ എന്ന് പറയുന്ന ഒരു വയറാണത്, നമ്മൾ ഇതിന്റെ ഉള്ളിലേക്ക് കയറ്റിയിട്ട് നമ്മൾ രക്തക്കുഴലിന്റെ ഉള്ളിലേക്ക് ഇങ്ങനെ കൊണ്ടുപോയി ചെയ്യാം. ഈ രക്തക്കുഴലിലെ ഗൈഡ് വയർ എന്തിനാന്ന് വെച്ചാൽ നമ്മൾ അതിനുശേഷം ഈ ഗൈഡ് വയറിന്റെ സഹായത്തിൽ നമ്മൾ ഇതേപോലെ തന്നെ ഒരു 2cc സിറിഞ്ചിൽ നമ്മൾ ഈ ഗ്ലൂ എടുക്കും. ഗ്ലൂ ഞാനിപ്പോ എടുത്തില്ല, എന്റെ കയ്യിൽ എടുത്തിട്ടില്ല. കാരണം വെച്ചാൽ ഗ്ലൂവിന് തന്നെ നമുക്ക് കുറച്ച് പോസിറ്റീവ് ആയിട്ടുള്ള ഒരു സംഭവമാണത്. അപ്പൊ അത് നമ്മൾ ഇതിൽ എടുത്ത ശേഷം, ഇതിൽ നിറച്ച ശേഷം നമ്മൾ എന്ത് വെച്ചാൽ ഇതേപോലെയുള്ള ഒരു ഒരു ട്യൂബിലേക്ക് കണക്ട് ചെയ്യും. അപ്പൊ ഇത് എന്തിട്ട് നമ്മൾ നേരത്തെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള കത്തീറ്റർ വഴി നമ്മൾ രക്തക്കുഴലിലേക്ക് ഇഞ്ചെക്ട് ചെയ്യുക. അപ്പൊ ഇഞ്ചെക്ട് ചെയ്യുന്നതിന് അതിന്റെ പ്രത്യേക സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇതാണ് വിനാസിൽ എന്ന് പറയുന്ന ഒരു ഗണ്ണ്. അപ്പൊ ഇതിന്റെ സഹായത്തിൽ നമ്മൾ ഇതിവിടെ അറ്റാച്ച് ചെയ്തിട്ട്
ഇത് നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഇതിന്റെ ഉള്ളിലാക്കി വെച്ച ശേഷം ഈ രക്തക്കുഴലിലേക്ക് നമ്മളിത് ഉള്ളിലേക്ക് അയച്ച ശേഷം ഈ ഗണ്ണ് വെച്ച് നമ്മളിങ്ങനെ ഇഞ്ചക്ട് ചെയ്യുക. അപ്പൊ ഈ ഇഞ്ചക്ട് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മളെല്ലാം കണ്ടിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. അതായത് അൾട്രാസൗണ്ട് സ്കാനിങ്ങിന്റെ സഹായത്തോടെയാണ് നമ്മൾ ഈ സാധനങ്ങൾ ഈ പറയുന്ന എല്ലാ പ്രൊസീജിയറും ചെയ്യുക. കാരണം രക്തക്കുഴലിലേക്ക് നമ്മൾ ഈ പറയുന്ന സൈനോഅക്രിലേറ്റ് എന്ന് പറയുന്ന ഗ്ലൂ ഇഞ്ചക്ട് ചെയ്യുമ്പോൾ ഒരു 3 മിനിറ്റ്സിനുള്ളിൽ അത് എന്താവെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലഡുമായിട്ട് അത് യോജിച്ചിട്ട്, അതായത് വെള്ളത്തിന്റെ അംശം തട്ടിക്കഴിഞ്ഞാൽ ഈ ഗ്ലൂ കട്ടയാവും. അങ്ങനെ ഒരു കെമിക്കലായിട്ട് ഒരു ആ കെമിക്കൽ ഇതിനുള്ളിൽ രക്തക്കുഴലിനുള്ളിൽ പെർമനന്റ് ആയിട്ട് ഒരു പ്ലാസ്റ്റിക് പോലെ അവിടെ നിൽക്കും, ഒരു പോളിമറായി അങ്ങ് മാറും. അതാണ് ശരിക്കും നമ്മൾ ഈ പറയുന്ന ചികിത്സേന്റെ ഒരു അടിസ്ഥാനം. അപ്പൊ ഇത് നിങ്ങൾ ഇപ്പൊ ഞാൻ മാത്രമല്ല, ഇത് കുറെ ആൾക്കാർ നിങ്ങളെ സോഷ്യൽ മീഡിയയിലൂടെയും ഒക്കെ പ്രചരിപ്പിക്കുന്ന ഒരു ചികിത്സാ രീതിയാണ്. കുറെ സ്ഥലങ്ങളായി കുറെ കാലമായിട്ട് ഇപ്പൊ 2018 മുതൽ ഞാൻ ചെയ്തു തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ പക്ഷെ ഇതിന്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചികിത്സാ രീതിയുടെ കൂടിയ റേറ്റ് ആണ്. അതായത് കുറച്ചും കൂടി പൈസ ചെലവുള്ള ഒരു സംഭവമാണ് ഈ പറയുന്ന ചികിത്സാ രീതി. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ചികിത്സാ രീതി മാത്രം ഉപയോഗിച്ച് നമുക്ക് ഒരാളുടെ വെരിക്കോസ് വെയിൻ പൂർണ്ണമായി ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റില്ല. അതിന്റെ കൂടെ ചില ഇഞ്ചക്ഷൻസോ ചിലപ്പോൾ ചെറിയ സർജറികളോ ചെയ്യേണ്ടി വന്നേക്കാം. അപ്പോഴാണ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഹൈബ്രിഡ് ട്രീറ്റ്മെന്റ് എന്ന് പറയും. അതായത് ഒരു കമ്പൈൻഡ് ആയിട്ടുള്ള ഒരു ചികിത്സാ രീതിയിലൂടെ മാത്രമേ വെരിക്കോസ് വെയിൻ നമുക്ക് ടാക്കിൾ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാണ്ട് ഒരേ ഒരു രീതിയിൽ വെച്ചിട്ട് നമുക്ക് ചികിത്സാ രീതി വെച്ചിട്ട് ഒരിക്കലും നമുക്ക് വെരിക്കോസ് വെയിനെ പൂർണ്ണമായും ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെയാണ് സർജൻ, അതായത് സർജറി ഡിപ്പാർട്ട്മെന്റ് ജനറൽ സർജറി ഡിപ്പാർട്ട്മെന്റ് കുറെ കാലമായിട്ട് ജനറൽ സർജറിയാണ് ഈ പറയുന്ന വെരിക്കോസ് വെയിൻ ചികിത്സിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളൊക്കെ പഠിക്കുന്നത് PG പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ വെരിക്കോസ് വെയിൻ നമുക്കൊരു പ്രത്യേക പഠന വിഷയം തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിന്റെ ഏത് രീതിയിലുള്ള ട്രീറ്റ്മെന്റ് ഡെവലപ്മെന്റിലും സർജറിയുടെ ഒരു കയ്യൊപ്പ് അല്ലെങ്കിൽ സർജറി ചെയ്തിട്ട് മാത്രമേ ചില സ്ഥലങ്ങളിൽ, ഇപ്പൊ നമ്മൾ പറയാം 2 സെന്റിമീറ്റർ വലിപ്പമുള്ള ഒരു വെരിക്കോസ് വെയിൻ നമുക്ക് ഗ്ലൂ തെറാപ്പി ഉപയോഗിച്ച് ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റില്ല. അതിന്റെ ആ 2 സെന്റിമീറ്റർ മുകളിലുള്ള വെരിക്കോസ് വെയിനെ നമ്മൾ മിക്കവാറും നമ്മൾ ചെറിയൊരു മുറിവുണ്ടാക്കി അതായത് അൾട്രാസൗണ്ട് സഹായത്തോടെ ചെറിയൊരു മുറിവുണ്ടാക്കി അവിടെ പോയിട്ട് ആ രക്തക്കുഴലിനെ നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് എടുത്തിട്ട് അതിനെ കെട്ടി ഡിവൈഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ 2 സെന്റിമീറ്ററിന് താഴെയുള്ള രക്തക്കുഴലുകളെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഗ്ലൂ തെറാപ്പി ഉപയോഗിച്ച് ചെയ്യാൻ പറ്റും. അവിടെ തന്നെയാണ് വേറൊരു പോയിന്റ് പറയാനുള്ളത്. 1 സെന്റിമീറ്ററിന് മുകളിലുള്ള രക്തക്കുഴലുകളെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലേസർ ഉപയോഗിച്ചിട്ടോ RFI ഉപയോഗിച്ചിട്ടോ നമുക്ക് ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റില്ല. അപ്പോൾ 2 സെന്റിമീറ്റർ വലിപ്പമുള്ള ഒരു വെരിക്കോസ് വെയിനെ നമ്മൾ ലേസർ ഇട്ടിട്ട് കഴിച്ചു കഴിഞ്ഞാൽ സംഭവിക്കുന്നത് വെച്ചാൽ പകുതി ട്രീറ്റ്മെന്റ് ആവും. പല പേഷ്യൻസിനും ചികിത്സ കിട്ടുന്നത് പകുതി ട്രീറ്റ്മെന്റ് കിട്ടിയിട്ടും ചിലപ്പോൾ ഇത് തിരിച്ചു വരാം. അങ്ങനെയാണ് വെരിക്കോസ് വെയിന്റെ ട്രീറ്റ്മെന്റിനെ പറ്റിയിട്ട് ജനങ്ങൾക്ക് പൊതുവെ ഒരു ധാരണയുണ്ട്, ഇത് ചെയ്താൽ വീണ്ടും വരുന്നു. പക്ഷെ അങ്ങനെയല്ല. യഥാർത്ഥ എന്താണോ രോഗിയുടെ വെരിക്കോസ് വെയിന്റെ അവസ്ഥ, അതിന്റെ ഡയമീറ്റർ എത്രയാണ്, അവരുടെ ബാക്കിയുള്ള പ്രശ്നങ്ങൾ, അൾസർ, കാലിന്റെ രക്തക്കുഴലിന്റെ തൊലിയുടെ കട്ടി, ഇതൊക്കെ അനുസരിച്ചിട്ടാണ് നമ്മൾ ഏത് ചികിത്സാ രീതിയാണ് അവർക്ക് കൊടുക്കേണ്ടത് തീരുമാനിക്കേണ്ടത്. ഏത് രീതി എടുത്തു കഴിഞ്ഞാലും പല രീതിയിലുള്ള ചികിത്സകൾ ഒന്നിച്ചു കൂട്ടിയാൽ മാത്രമേ വെരിക്കോസ് വെയിനെ നമുക്ക് തോൽപ്പിക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ രോഗം എന്തായാലും തിരിച്ചു. ഓക്കെ ഡോക്ടർ, നമ്മുടെ പ്രോഗ്രാം വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായിരിക്കുകയാണ്. ഒരുപാട് നന്ദി ഹലോ ഡോക്ടറിൽ അതിഥിയായി എത്തിയതിന്. താങ്ക് യു. ഹലോ ഡോക്ടർ, ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. വീണ്ടും കാണാം. നമസ്കാരം.